ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോ വിത്ത് പാറു. BSc നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യം LBS വഴിയുള്ള BSc നേഴ്സിങ്ങിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നു. ഓഗസ്റ്റ് 20 വരെയായിരുന്നു കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇപ്പം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് അവരുടെ കോളേജ് മിസ്സാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അത് കണ്ടിട്ടില്ലാത്തവരെടുത്ത് കാണുക. അപ്പം ഒരിക്കൽ കൂടി പറയുന്നു, സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം ഓഗസ്റ്റ് 20 വരെ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല. ഒരു കോളേജിൽ 3-4 വേക്കൻസി ഒക്കെ ഉണ്ട്. ആ ഒരു കോളേജിലേക്ക് എന്ത് ചെയ്യും, വേക്കൻസി ഉള്ള സീറ്റിലേക്ക് നമ്മൾ വീണ്ടും അലോട്ട്മെൻറ്റ് നടത്തി കുട്ടികളെ എടുക്കുന്നതാണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്. രണ്ടും സെപ്പറേറ്റ് ആണ്. ഈ രണ്ടിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ LBS സെൻറ്ററിൽ ഡയറക്റ്റായിട്ട് ചെന്നാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെ നടന്ന അലോട്ട്മെൻറ്റ് ആ സെയിം പ്രോസസ്സ് തന്നെയായിരിക്കും. NOC ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. NOC നിർബന്ധമാണ്. സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ LBSൻ്റെ വെബ്സൈറ്റിൽ അത് വരുന്ന നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മുതൽ നമുക്ക് ഫോൺ മുഖേനയോ അല്ലെങ്കിൽ അക്ഷയ വഴി നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പിന്നീട് പ്രധാനമായും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കോളേജ് കംപ്ലീറ്റ് ആയിട്ട് വേക്കൻസി ഉള്ള കോളേജ് വരും വെബ്സൈറ്റിൽ. അതൊക്കെ നോക്കി വളരെയധികം വിശകലനം ചെയ്തിട്ട് വേണം കൊടുക്കാൻ. കാരണം നിങ്ങളുടെ അവസാന അവസരമാണ്, ഇനിയൊരു അവസരമില്ല. പിന്നീട് എത്ര മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കണ്ടിട്ടില്ലാത്തവരെടുത്ത് കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തായി പറയാൻ പോകുന്നത്, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിലോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ കൺസിഡർ ചെയ്യുമോ എന്ന്. ഒരു കാരണവശാലും കൺസിഡർ ചെയ്യില്ല. കാരണം നമ്മൾ ഇതുവരെയുള്ള ഇപ്പം നമ്മുടെ ഇൻഡെക്സ് മാർക്കും റാങ്കും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഇത് തന്നെ ആയിരിക്കും ഇനി സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ പുതിയതായിട്ട് മാർക്ക് ആഡ് ചെയ്യാനോ നമുക്കൊന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കാം. അത് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത ബാക്കിയുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് പോകാം. കഴിഞ്ഞ വർഷം ഏകദേശം 14-16 വരെ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അപ്പം അത് എത്ര എണ്ണം ഉണ്ടാവുമെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഓരോ വർഷത്തെയും പോലെ ഇരിക്കും. പിന്നീട് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്ന പാരാമെഡിക്കൽ കോഴ്സിനെ പറ്റിയാണ്. കഴിഞ്ഞ വർഷം വരെ പാരാമെഡിക്കലും BSc നേഴ്സിങ്ങും ഒരുമിച്ചായിരുന്നു വരുന്നത്. പക്ഷേ ഈ വർഷം ആദ്യം BSc നേഴ്സിംഗ് വന്നു. അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പം എത്രയും വേഗം തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ വരാൻ പോവുകയാണ്. എന്നിട്ട് നമുക്കിപ്പം കിട്ടിയൊരു അപ്ഡേറ്റ് വെച്ചിട്ട് പാരാമെഡിക്കൽ അതിൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പാരാമെഡിക്കലിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കുറേ കുട്ടികൾ ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, LBSൽ അപ്ലൈ ചെയ്തിട്ടില്ല. LBSൽ അപ്ലൈ ചെയ്യാത്തവർക്ക് പാരാമെഡിക്കലിന് ഇനി അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ഒരു കാരണവശാലും സാധിക്കില്ല. നമ്മൾ LBSൽ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ പാരാമെഡിക്കൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പാരാമെഡിക്കലിന് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ മാത്രമാണ്. അല്ലാതെ ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷനോ നമുക്ക് ഇനി പറ്റുന്നതല്ല. ഒരിക്കൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും പറയുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റിയാണ്. വരുന്ന സമയത്ത് നിങ്ങൾ ഓരോ കോളേജും ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. കാരണം നിങ്ങളുടെ ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങൾ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കാണുക. ഏതൊക്കെ കോളേജിൽ വേക്കൻസി ഉണ്ട് എന്ന് നമ്മുടെ LBSൻ്റെ വെബ്സൈറ്റിൽ അവർ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അതിനു മുന്നേ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ആയിരുന്നല്ലോ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗൂഗിളിൽ LBS സെൻറ്റർ അത് എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് വരും. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കയറുന്ന സമയത്ത് BSc ഡയാലിസിസ് ആയിരിക്കും. അത് മാറ്റിയിട്ട് BSc നേഴ്സിംഗ് കൊടുക്കുക. കോളേജ് നോക്കുക. ഒരുപാട് കോളേജുണ്ട്. ഏകദേശം എനിക്കൊന്ന് ആദ്യം കിടക്കുന്ന കോളേജിൽ 4 സീറ്റ് വരെയാണ് ഒഴിവ് വരുന്നത്. സ്റ്റേറ്റ് മെറിറ്റിലുള്ള കുട്ടികൾക്കും മുസ്ലിം കോട്ടയുള്ള കുട്ടികൾക്കൊക്കെ കാറ്റഗറി ഒഴിവ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മിക്ക കോളേജിലും ഒഴിവ് വന്നിരിക്കുന്നത് SC കാറ്റഗറി ഉള്ള കുട്ടികളാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. എന്തായാലും വെബ്സൈറ്റിൽ താമസിയാതെ തന്നെ വേക്കൻസി ഉള്ള കോളേജുകളുടെ ലിസ്റ്റ് വരും. എന്നിരുന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് എടുത്ത് നോക്കാം. പിന്നെ അതേപോലെ ഗവൺമെൻറ് കോളേജ് ഓഫ് കാസർഗോഡ് വന്നിരിക്കുന്നത് ഒരു 3-4 ഒഴിവ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജിലൊക്കെ നോക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ ഇതുപോലെ കോമൺ ആയിട്ട് കുറേ പേർക്ക് വരുന്ന ഡൗട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങളുടെ ഇപ്പം +1 +2 പഠിക്കുന്ന കുട്ടികൾക്കാരെങ്കിലും ഇപ്പോൾ ഫ്യൂച്ചറിൽ അവർ BSc നേഴ്സിംഗ് നോക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.